അങ്ങനെ വേൾഡ് കപ്പ് തുടങ്ങിയിരിക്കുന്നു. അതിന്റെ ആരവങ്ങളിൽ എത്തിയിരിക്കുന്നു. ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ സ്വന്തം രാജ്യത്ത് നടക്കുന്ന ടൂർണമെന്റിൽ സ്വന്തം സ്റ്റേഡിയത്തിൽ സ്വന്തം ഹോം ഗ്രൗണ്ടിന് മുന്നിൽ 2-0 സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ചുകൊണ്ട് ഇതാ അവരെ ലോകകപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നു. രണ്ട് മിന്നും ഗോളുകളിലൂടെ അടിപൊളി മത്സരമായിരുന്നു. പക്ഷെ പരിക്കൻ കളികൾ രണ്ട് ടീമും എടുത്തിരുന്ന ഒരു മത്സരം കൂടിയായിരുന്നത്. കാരണം 3 റെഡ് കാർഡാണ് മൊത്തത്തിൽ റഫറിക്ക് പുറത്തെടുക്കേണ്ടി വന്നത്. ഒരു കാര്യം ആലോചിക്കണം, കഴിഞ്ഞ ലോകകപ്പ് ടൂർണമെന്റ് മൊത്തത്തിൽ 4 റെഡ് കാർഡ് മാത്രമാണ് റഫറി ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇവിടെ ആദ്യ മത്സരത്തിൽ തന്നെ 3 റെഡ് കാർഡ് ഉപയോഗിക്കേണ്ടി വന്നിരിക്കുന്നു. വേറൊന്നുമല്ല, 2 സൗത്ത് ആഫ്രിക്കൻ പ്ലേയേഴ്സിനും 1 മെക്സിക്കോ പ്ലെയർക്കുമാണ് ലഭിച്ചത്. മത്സരം എങ്ങനെയാണ് അവസാനിച്ചതെന്ന് ചോദിച്ചാൽ 2-0 വിജയമാണ് മെക്സിക്കോ നേടിയത്. എന്താ പറയാ, 9-ാം മിനിറ്റിൽ ജൂലിയൻ കുനുനോസ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് വേൾഡ് കപ്പിലെ ആദ്യ ഗോൾ അദ്ദേഹമാണ് സ്വന്തമാക്കിയത്. രണ്ടാം ഗോൾ റൗൾ ജിമിനസ്, അവർ സ്ട്രൈക്കർ റൗൾ ജിമിനസിന്റെ വകയായിരുന്നു. ഇങ്ങനെ 2-0 കംഫർട്ടബിൾ വിന്നുമായി 3 പോയിന്റുമായി മെക്സിക്കോ ടേബിളിൽ 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ഇന്ന് രാവിലെ നടന്ന മറ്റൊരു മത്സരത്തിൽ ഇതാ നമ്മുടെ ഏഷ്യൻ മെമ്പർമാരായ സൗത്ത് കൊറിയ ഇതാ 2-1 ചെക്ക് റിപ്പബ്ലിക്കിനെ വീഴ്ത്തിയിരിക്കുന്നു എന്നത് ഒരു സന്തോഷകരമായ വാർത്തയാണ്. ഏഷ്യക്കാരെ നമുക്ക് അഭിമാനിക്കാനുള്ള ഒരു വകയാണത്. എന്താ പറയാ, ആദ്യം 1 ഗോളിന് പിന്നിൽ പോയ ശേഷം 2 ഗോളുകൾ തിരിച്ചടിച്ചായിരുന്നു സൗത്ത് കൊറിയയുടെ മിന്നും ജയം. നമുക്ക് നോക്കാം സൗത്ത് കൊറിയയ്ക്ക് ആരൊക്കെയാണ് ഗോൾ നേടിയതെന്ന്. 59-ാം മിനിറ്റില് ഖ്രജിസീരെ ഗോളിലൂടെ സൗത്ത് കൊറിയ പിന്നിലാവുകയായിരുന്നു. എന്നാൽ 67-ാം മിനിറ്റിൽ ഐബി ഹ്വാങ് അവരുടെ ഫസ്റ്റ് ഗോൾ നേടി അതിനെ സമനില പിടിക്കുകയായിരുന്നു. വിജയ ഗോൾ വരുന്നത് 80-ാം മിനിറ്റിൽ HGOന്റെ വകയായിരുന്നു. 80-ാം മിനിറ്റിൽ വിജയ ഗോൾ. അതോടുകൂടി പിന്നെ എന്താ പറയാ, സൗത്ത് കൊറിയ നല്ല രീതിയിൽ ഡിഫൻസ് ചെയ്ത് കളിക്കുകയായിരുന്നു അവസാന 10 മിനിറ്റ്. അങ്ങനെ 2-1 അതിമനോഹരമായ വിജയം അവർ സ്വന്തമാക്കുകയും ചെയ്തത്. എന്തായാലും ഇപ്പൊ ഗ്രൂപ്പ് 1-ൽ ആദ്യ റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ 3 പോയിന്റുമായി 1-ാം സ്ഥാനത്ത് മെക്സിക്കോ. ഗോൾ ഡിഫറൻസ് 2+2 ആണ്, അതുകൊണ്ടാണ് അവർ 1-ാം സ്ഥാനത്ത്. സെക്കൻഡ് 3 പോയിന്റുമായി തന്നെ ഇതാ നമ്മുടെ സ്വന്തം ഏഷ്യൻ അഭിമാനമായ സൗത്ത് കൊറിയ നിൽക്കുന്നു. അവർക്ക് 3 പോയിന്റ് ആണെങ്കിലും ഗോൾ ഡിഫറൻസ് 1 എന്നതുകൊണ്ട് അവർ 2-ാം സ്ഥാനത്ത് നിൽക്കുന്നു. സൗത്ത് ആഫ്രിക്കയും അതുപോലെ തന്നെ നമ്മുടെ ചെക്ക് റിപ്പബ്ലിക്കും രണ്ടുപേരും ഓരോ മത്സരങ്ങൾ വീതം തോറ്റ് 3ഉം 4ഉം സ്ഥാനങ്ങളിൽ യഥാക്രമം നിൽക്കുന്നതാണ്. അപ്പൊ എന്തായാലും ഈ ഗ്രൂപ്പ് മരണ ഗ്രൂപ്പാണ് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നത്. കാരണം ആർക്ക് വേണമെങ്കിലും അവിടെ ടോപ്പ് 2-ൽ എത്താം, ആർക്ക് വേണമെങ്കിലും പുറത്താവാം. അങ്ങനെ ഒരു ഗ്രൂപ്പാണ് അത്. അതുകൊണ്ട് ഇനിയുള്ള മത്സരങ്ങൾ ഈ ഗ്രൂപ്പിൽ കടുപ്പമേറിയതാകുന്ന ഉറപ്പാണ്. അപ്പൊ ആദ്യ 2 മത്സരങ്ങളിൽ തന്നെ ഗോളുകൾ പറഞ്ഞതുകൊണ്ട് ഒരു സമനിലയല്ല, ഇവിടെ 2 വിജയങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ലോകകപ്പ് എന്തായാലും ഇനിമേ നമുക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു ലോകകപ്പായിരിക്കുമെന്ന്. കാരണം ഗോളുകൾ കൊണ്ട് നിറഞ്ഞാടുന്ന ഒരു ലോകകപ്പായി മാറട്ടെ ഇതെന്ന് നമുക്ക് ആശംസിക്കാം. ഇനി ആദ്യത്തെ 2 മത്സരങ്ങളിൽ നിന്ന് മാത്രമായി 5 ഗോളുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതൊരു ഓപ്പണർ ഡേയില് ബിഗ് ഡീൽ അങ്ങനെ തന്നെ വേണം പറയാൻ. 48 ടീമുകൾ പങ്കെടുക്കുന്ന ആദ്യ ലോകകപ്പാണ്. അപ്പൊ അതിന്റേതായ കുറെ ഇഷ്യൂസ് ഒക്കെ ഈ ലോകകപ്പിന് ഉണ്ടാവുമെന്ന് ആരെയും പറഞ്ഞിരുന്നെങ്കിലും അതൊന്നും ഇല്ലാതെയാണ് ആദ്യത്തെ ദിവസത്തെ മത്സരങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നത്. ഒരു റഫറിംഗ് പിഴവ് പോലും ഈ മത്സരങ്ങളിലൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി നമുക്ക് നോക്കാം ഈ ഗ്രൂപ്പിൽ നിന്ന് ആരൊക്കെ ചാമ്പ്യന്മാരാവും, ആരൊക്കെ മുന്നോട്ട് പോകും, ആരൊക്കെ താഴോട്ട് പോകും നോക്കാം.